അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. ബദറിന്റെ ഒരുക്കങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കി. അബൂ സുഫിയാനും കൂട്ടരും മക്കയിൽ വിവരം അറിയിച്ചതനുസരിച്ച് അബൂജഹലിന്റെ നേതൃത്വത്തിൽ 1000 പേരടങ്ങുന്ന യുദ്ധ സന്നാഹങ്ങളോട് കൂടിയുള്ള യോദ്ധാക്കൾ, യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി പുറപ്പെട്ട ആളുകൾ മക്കയിൽ നിന്ന് വളരെ വേഗതയിൽ മദീനയിലേക്ക് തിരിച്ചു. അവരുടെ കച്ചവട സംഘത്തെ രക്ഷപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തിൽ അബൂ സുഫിയാനും കൂട്ടരും വിവരം കിട്ടിയതനുസരിച്ച് മക്കയിൽ നിന്ന് സൈന്യങ്ങൾ പുറപ്പെട്ടെങ്കിലും വെറും ഒരു യുദ്ധത്തിന് നിന്ന് നമ്മളുടെ നഷ്ടം വരുത്തണ്ടല്ലോ എന്ന് വിചാരിച്ച് സാധാരണ നിലയിൽ കടന്നു പോകുന്ന വഴിയിൽ നിന്ന് മാറി സമുദ്രതീരത്തുകൂടി വേഗതയിലുള്ള വഴിയിൽ സമുദ്രതീരത്തുകൂടി അവർ കടന്ന് അബൂ സുഫിയാനും കൂട്ടരും കച്ചവട സംഘവുമായിട്ട് രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു മക്കയിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബാക്കളും കച്ചവട സംഘത്തെ പിടികൂടാനുള്ള ലക്ഷ്യത്തിൽ ബദറിലെത്തിയപ്പോൾ മനസ്സിലായി കച്ചവട സംഘം മക്കയിലേക്ക് സുരക്ഷിതമായ വഴിയിൽ കൂടി സമുദ്രതീരത്ത് കൂടി വഴിമാറി സാധാരണ വരുന്ന വഴിയിൽ വരാതെ അവർ രക്ഷപ്പെട്ടു പോയി എന്നും അവരെ സംരക്ഷിക്കാനും സുരക്ഷിതമായി മക്കയിൽ കൊണ്ടുപോയി എത്തിക്കാനും വേണ്ടി അബൂജഹലിന്റെ നേതൃത്വത്തിൽ എന്തിനും തയ്യാറായി വന്ന യോദ്ധാക്കളുടെ വലിയ സന്നാഹം മക്കയിൽ നിന്ന് പുറപ്പെട്ട് മദീനയുടെ പരിസരത്ത് ബദറിന്റെ അടുക്കലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടി. അവർ മദീനയിൽ നിന്നും പുറപ്പെട്ടതിന്റെ ലക്ഷ്യം എന്താണോ അത് നടക്കാതെ ആയി. പിന്നെ അവിടെ അന്വേഷിച്ചപ്പോൾ മക്കക്കാരായ യുദ്ധത്തിന് വേണ്ടി വന്ന അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം ബദറിൽ നേരത്തെ തന്നെ വന്നെത്തുകയും അവർ ബദറിൽ വന്ന് ബദറിന്റെ പ്രധാനപ്പെട്ട നല്ല സമതല പ്രദേശമായ നല്ല വെള്ളമുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള സ്ഥലത്ത് വന്ന് ആദ്യമേ തന്നെ അവർ തമ്പടിക്കുകയും അവർ തിരിച്ച് ഞങ്ങൾ പോകുന്നില്ല, എല്ലാവരും തിരിച്ചു പോകാമെന്ന് പലരും ആവശ്യപ്പെട്ടെങ്കിലും അബൂജഹൽ പറഞ്ഞു തിരിച്ചു പോകുന്ന പ്രശ്നമില്ല, ഇത്രയും സന്നാഹങ്ങളോട് കൂടി നമ്മൾ വന്നിട്ട് നമ്മളുടെ കച്ചവട സംഘത്തെ പിടികൂടാനും നമ്മളെ ഇല്ലാതാക്കാനും ശ്രമിച്ച മദീനക്കാരായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂട്ടരെയും വിട്ടിട്ടു പോകുന്ന പ്രശ്നമില്ല, ഇനി മദീനയെ ആക്രമിച്ച് അവരെ മുഴുവൻ വകവരുത്തി നമ്മളുടെ കച്ചവട സംഘത്തെ പിടികൂടാൻ ബദറിലേക്ക് തിരിച്ച ഈ സംഘത്തെ ആരെയും മടക്കി അയക്കാതെ മുഴുവൻ പേരെയും കൊന്നൊടുക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇനി ഇവിടെ യുദ്ധം ചെയ്തിട്ടല്ലാതെ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല, ആരെയും തിരിച്ചു വിടുകയുമില്ല എന്ന് അബൂജഹൽ പ്രഖ്യാപിക്കുകയും യുദ്ധത്തിന് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും അവർ നടത്തുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളുമായി ബദറിലേക്ക് എത്തിയപ്പോൾ ബദറിന്റെ നല്ല സ്ഥലം മുശ്രിക്കുകൾ പിടിച്ചു വച്ചിരുന്നു. അവർ അവിടെ താവളമടിച്ചിരുന്നു. ബദറിന്റെ മറുഭാഗത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വന്നെത്താൻ സാധിച്ചത്. ആ പ്രദേശം കുന്നുകളും ചരിഞ്ഞ പ്രദേശങ്ങളുമുള്ള ചരൽക്കല്ലുകൾ നിറഞ്ഞ വെള്ളമില്ലാത്ത, വെള്ളം വന്നാൽ തന്നെ മഴ പെയ്ത് വെള്ളം വന്നാലും അവിടെ കെട്ടി നിൽക്കാതെ ഒലിച്ചു പോകുന്ന, വെള്ളത്തിന് സംവിധാനമില്ലാത്ത സ്ഥലം, മഴ പെയ്ത് കുഴഞ്ഞാൽ കാല് ഉറച്ചു നിൽക്കാൻ പോലും പറ്റാത്ത സ്ഥലം, അങ്ങനത്തെ ഒരു പ്രദേശമാണ് ബദറിന്റെ മറുഭാഗം. ആ മറുഭാഗത്താണ് സഹാബാക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വന്നെത്താൻ സാധിച്ചത്. അവരവിടെ വന്ന് കൂടിയപ്പോൾ 2 കാര്യം. ഒന്ന്, അവർ യുദ്ധത്തെ ലക്ഷ്യമാക്കി ഒരുക്കത്തോടുകൂടി വന്നവരല്ല, മറുഭാഗത്തുള്ള സൈന്യങ്ങൾ യുദ്ധത്തിന് വേണ്ടി തയ്യാറായി എല്ലാ ഒരുക്കങ്ങളോടും കൂടി വന്നവരായതുകൊണ്ട് അവരോട് നേരിടണമെങ്കിൽ ബാഹ്യമായ ഒരു ഒരുക്കവും ഒരു സന്നാഹവും ഇവരുടെ കൈവശമില്ല. രണ്ടാമത്തെ കാര്യം, അവർ നിൽക്കുന്ന അവരുടെ താവളമെന്ന് പറയുന്നത് അവിടെ നിന്ന് യുദ്ധം ചെയ്യാൻ എളുപ്പമല്ല. കാരണം അവരുടെ കാല് പോലും ഉറച്ചു നിൽക്കുകയോ നേരെ അവരുടെ കാല് ചവിട്ടി നിന്നവർ കുറച്ചു നിന്ന് യുദ്ധം ചെയ്യാൻ സാധിക്കുകയോ ചെയ്യുന്ന ഒരു സ്ഥലമല്ല. അതിനോടൊപ്പം തന്നെ യുദ്ധസന്നാഹങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ പേരിലും റമളാൻ മാസമായതിൻ്റെ പേരിൽ നോമ്പെടുത്തവരായതുകൊണ്ട് നോമ്പിൻ്റെ ക്ഷീണവും, പിന്നെ മദീനയിലെ അന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇഷ്ടാനുസരണം അവർക്ക് കഴിക്കാനുള്ള ആഹാരത്തിൻ്റെ വകയോ മറ്റ് സൗകര്യങ്ങളോ ഒന്നും ആയിട്ടില്ലാത്തതിൻ്റെ പേരിൽ എല്ലാവരും വലിയ ദുരിതത്തിലും കഷ്ടതയിലുമൊക്കെ കഴിയുന്ന സന്ദർഭവും
കച്ചവട സംഘത്തെ പിടികൂടാൻ വേണ്ടി വന്നതിൻ്റെ പേരിൽ അവർ ആഹാര സാധനങ്ങൾ പോലും സാധാരണ യാത്രയ്ക്ക് ഒരുക്കുന്നത് പോലെ ഒരുക്കിയിട്ടല്ല വന്നത് എന്ന കാരണത്താൽ അവർക്കിനി ദിവസങ്ങളോളം ഇവിടെ താമസിക്കേണ്ടി വന്നാൽ കഴിക്കാനുള്ള ആഹാര വസ്തുക്കളും അവരുടെ കൈവശമുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ യുദ്ധത്തിനുള്ള ഒരു ഒരുക്കവും ഒരു മാർഗവും അവരുടെ കൈവശമുണ്ടായിരുന്നില്ല. ആ നിലയിലായിരുന്നു സഹാബാക്കളുടെ അവസ്ഥ. അവരോട് യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങണം, ഈ സർവ്വസന്നാഹങ്ങളോടും കൂടി വന്നെത്തിയിരിക്കുന്ന ശത്രു സൈന്യത്തെ നേരിടണമെന്ന് പറഞ്ഞാൽ മനുഷ്യ സ്വഭാവം അനുസരിച്ച് സാധാരണ നിലയിൽ അത് അവരോട് പറയാൻ പറ്റിയ ഒരു കാര്യമല്ല. അങ്ങനെ പറഞ്ഞവരെ സമ്മതിപ്പിക്കാൻ എളുപ്പവുമല്ല. അവരുടെ ഭാഗത്ത് നിന്ന് എന്താണ് മറുപടി ഉണ്ടാകുന്നത് എന്ന് ഊഹിക്കാൻ പോലും പറ്റുകയില്ല. ഈ അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളെ വിളിച്ചുകൂട്ടി അവരോട് ആലോചിച്ചു, നമ്മളിപ്പോൾ പെട്ടിരിക്കുന്നത് വലിയ ഒരു പ്രതിസന്ധിയിലാണ്. നമ്മൾ വന്നത് മറ്റൊരു ലക്ഷ്യത്തിലാണ്, അത് നേടാൻ നമുക്ക് സാധിച്ചില്ല. ആ ലക്ഷ്യം നേടാനുള്ള ഒരുക്കങ്ങൾ മാത്രമേ നമ്മളുടെ കൈവശം ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഇന്ന് വന്ന് പെട്ടിരിക്കുന്നത് എല്ലാ സന്നാഹങ്ങളോടും കൂടി നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന വലിയ ഒരു സൈന്യത്തിന്റെ മുന്നിലാണ്. ഈ സൈന്യത്തെ പ്രതിരോധിക്കാതെ എങ്ങാനും നമ്മൾ മടങ്ങിപ്പോയാൽ ഇവർ മദീനയെ കടന്നാക്രമിക്കുകയും മദീനയിൽ വലിയ നാശങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇവരെ പ്രതിരോധിക്കാൻ ഇവിടെ തന്നെയാണ് പറ്റിയ സ്ഥലം. നാം ഇവരെ പ്രതിരോധിക്കാൻ, അവരെ നേരിടാൻ തയ്യാറാവുകയാണെങ്കിൽ അതിനുള്ള ഒരുക്കങ്ങളൊന്നും നമ്മളുടെ കൈവശമില്ല. നമുക്ക് ആകെ ഇവിടെ നോട്ടം അള്ളാഹുവിൻ്റെ സഹായം മാത്രമാണ്. അള്ളാഹു തആല സഹായിക്കാമെന്ന് എന്നോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. രണ്ടിൽ ഏതെങ്കിലും ഒരു സംഘത്തെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തരാമെന്ന അള്ളാഹുവിൻ്റെ വാദായാണ്. അതുകൊണ്ട് അള്ളാഹു തആല നമ്മളെ സഹായിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ഏത് മാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ വെച്ച് സഹാബാക്കളോട് ആലോചന നടത്തുന്നു, മശ്വറ ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആലോചന നടത്തിയപ്പോൾ മക്കയിൽ നിന്ന് ഹിജറ ചെയ്തു വന്ന മുഹാജിരീങ്ങളായ കുറെ സഹാബാക്കൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. മുഹാജിരീങ്ങളായ സഹാബാക്കൾ 70-ഓളം പേരുണ്ടായിരുന്നു. അവരിൽ നിന്നും പലരും എഴുന്നേറ്റ് പറഞ്ഞു, അള്ളാഹുവിന്റെ തിരുദൂതരെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തു പറയുന്നു, ഞങ്ങളതിന് തയ്യാറാണ്. യുദ്ധമെങ്കിൽ യുദ്ധം, നേരിടണമെങ്കിൽ നേരിടണം. ശത്രുക്കളുടെ എണ്ണമോ ഇതൊന്നും ഞങ്ങൾക്ക് കാര്യമല്ല. കാരണം അവർ ഞങ്ങളുടെ മുഴുവൻ സമ്പത്തുകളും പിടിച്ചു വെച്ച് നമ്മളുടെ സമ്പത്തുകൾ ഉപയോഗിച്ച് തന്നെ ഇസ്ലാമിനെയും നമ്മളെയും നശിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയവരാണ്. അവര് നമ്മളോട് യുദ്ധം ചെയ്യാണ്ടി വരുമ്പോൾ അവരെ തടയുക എന്നുള്ളത് നമ്മളുടെ ബാധ്യതയാണ്. അതുകൊണ്ട് ഏത് രീതിയിലും ഞങ്ങളുടെ ജീവൻ പോയാലും മരണം വരെ ഞങ്ങൾ അവർക്ക് മുന്നിൽ പൊരുതാൻ തയ്യാറാണ് എന്ന് മുഹാജിരീങ്ങളായ സഹാബാക്കൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാമതും സഹാബാക്കളോട് ഇത് ആലോചിച്ചു, മശൂറ ചെയ്തു, അഭിപ്രായം ചോദിച്ചു. അപ്പോഴും മുഹാജിരീങ്ങളായ ചില സഹാബാക്കൾ എഴുന്നേറ്റ് ഈ കാര്യം തന്നെ ആവർത്തിച്ചു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂന്നാമതും ഈ ആലോചന അവരുടെ മുമ്പിൽ പറഞ്ഞു. അഭിപ്രായം ചോദിച്ചപ്പോൾ മദീനക്കാരായ അൻസാരികളിൽപ്പെട്ട ഒരു സഹാബി എഴുന്നേറ്റ് പറഞ്ഞു, അള്ളാഹുവിൻ്റെ തിരുദൂതരെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭിപ്രായം ആരായുന്നത് ഞങ്ങളോടാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നു, മനസ്സിലാകുന്നു. കാരണം തങ്ങളോടൊപ്പം മക്കയിൽ നിന്ന് ഹിജറ ചെയ്ത് മദീനയിലേക്ക് വന്ന മുഹാജിരീങ്ങളായ സഹാബാക്കളുടെ അഭിപ്രായം തങ്ങളുടെ മുമ്പിൽ അവർ രേഖപ്പെടുത്തിയെങ്കിലും അത് തങ്ങൾ ഉൾക്കൊള്ളാനോ അതിന് ചെവി കൊടുക്കാനോ തയ്യാറാകാതെ വീണ്ടും വീണ്ടും തങ്ങൾ ആവർത്തി ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നു ഞങ്ങളോടാണ് തങ്ങൾ ഈ കാര്യം ചോദിക്കുന്നത് എന്ന്. എന്നാൽ ഞങ്ങൾ പറയുന്നു, തങ്ങൾ എന്താണോ ഞങ്ങളോട് നിർദ്ദേശിക്കുന്നത് അത് അതേപടി അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. മദീനയിൽ താമസിക്കുന്ന കാലത്ത് തങ്ങളെ സംരക്ഷിച്ചോളാമെന്നാണ് ഞങ്ങളുടെ കരാറെങ്കിലും ഞങ്ങൾ ആ കരാറൊന്നുമല്ല ഇപ്പോൾ നോക്കുന്നത്. മദീനയിലോ മദീനയുടെ വെളിയിലോ എവിടെയാണെങ്കിലും തങ്ങൾക്കും ഇസ്ലാമിനും എതിരിൽ വരുന്ന ശത്രുക്കളെ നേരിടാൻ വേണ്ടി ഏതവസ്ഥയിലും ഞങ്ങൾ പൂർണ്ണ സജ്ജരാണ്, പൂർണ്ണ തയ്യാറിലാണ്. അതുകൊണ്ട് തങ്ങളുടെ കൽപ്പന എന്താണോ അത് അതേപടി അനുസരിക്കാൻ ഞങ്ങൾ എല്ലാവരും ഒരേ സ്വരത്തിൽ സമ്മതിക്കുന്നു. തങ്ങൾ മുന്നേറുക, അള്ളാഹുവിൻ്റെ വാഗ്ദാനം അനുസരിച്ച് തങ്ങളോട് കൽപ്പിക്കപ്പെട്ട നിർദ്ദേശം നടപ്പിലാക്കുക. ഞങ്ങൾ അവസാന നിമിഷം വരെയും തങ്ങളോടൊപ്പം ഉണ്ടാകും. ഒരിക്കലും ഞങ്ങൾ തങ്ങളെ വിട്ടിട്ട് പോവുക
പോവുകയില്ല, ഞങ്ങൾ ഉറച്ചു നിന്നോളാം, യുദ്ധത്തിന് തങ്ങൾ കൽപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിന് പൂർണ്ണ സജ്ജരാണ്, തയ്യാറാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അൻസാരികളുടെ ഭാഗത്തു നിന്നും അൻസാരികളുടെ പ്രതിനിധി. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമാധാനമായി. കാരണം അവരും തയ്യാറാണ്, അവർക്കും ഒരു പ്രശ്നവുമില്ല, അവരുടെയും ഹൃദയത്തിൽ ഉറച്ച ഈമാനും അള്ളാഹുവിൻ്റെ സഹായ വാഗ്ദാനത്തിൽ അവർ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നിൽക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യം തങ്ങൾക്ക് മനസ്സിലായി. ഇനി എന്താണ് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആലോചിച്ചപ്പോൾ സാഹചര്യം അനുകൂലമല്ല, സ്ഥലം അനുകൂലമല്ല, സഹാബാക്കളുടെ സ്ഥിതി അനുകൂലമല്ല, യുദ്ധം ചെയ്യാൻ ഒരു തരത്തിലും അനുകൂലമായ ഒരു സാഹചര്യവും അവിടെ ഇല്ല. എന്താണ് ചെയ്യേണ്ടത്? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് ഈ കാര്യം മുഴുവനും പറയാൻ, ബോധിപ്പിക്കാൻ തീരുമാനിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി, തങ്ങൾക്ക് തണലുകൊണ്ടിരിക്കാൻ വേണ്ടി, തങ്ങളുടെ ഇബാദത്തിലായി കഴിഞ്ഞുകൂടാൻ വേണ്ടി ഒരു കൂടാരം, ചെറിയ ഒരു കൂടാരം, തുണി കൊണ്ടുള്ള, രോമം കൊണ്ടുണ്ടാക്കിയ നെയ്ത് എടുത്ത ഒരു തുണി കൊണ്ടുള്ള ഒരു കൂടാരം തങ്ങൾക്ക് കെട്ടി. ആ കൂടാരം തങ്ങൾക്ക് കെട്ടിയിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനകത്തേക്ക് കയറി. അതിനകത്തേക്ക് കയറി അള്ളാഹുവിനോട് ദുആ ചെയ്തു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സന്ദർഭത്തിൽ ചെയ്ത ദുആയുടെ വചനങ്ങൾ ഹദീസിൽ വരുന്നുണ്ട്. അള്ളാഹുവിനോട് വളരെ നിർബന്ധമായ നിലയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ വാദ ചോദിക്കുകയാണ്. അകപ്പെട്ടിരിക്കുന്ന സാഹചര്യം അള്ളാഹുവിൻ്റെ മുമ്പിൽ തുറന്നു പറയുകയാണ്. ഈ അവസ്ഥയിൽ തയ്യാറായ ഈ സഹാബാക്കളെയും കൊണ്ട് ഞാൻ യുദ്ധത്തിന് ഒരുങ്ങുകയും ഏതെങ്കിലും കാരണവശാൽ നാളത്തെ യുദ്ധത്തിൽ പരാജയം നേരിടേണ്ടി വരികയും ശത്രുക്കൾ ഞങ്ങളെ ഇല്ലാതാക്കുകയും എങ്ങും ചെയ്താൽ ഇനി ലോകത്ത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിനെ അംഗീകരിക്കാൻ ആളുകളെ കിട്ടുകയില്ല. മുഴുവൻ ആളുകളും ഇത് ചർച്ചയാക്കി ഇത്രയും കാലം കൊണ്ടു നടന്ന ആ ദീൻ പൂർണ്ണമായ നിലയിൽ ശത്രുക്കൾ നശിപ്പിച്ചു കളഞ്ഞ് ഇല്ലാതാക്കിയല്ലോ. ഇനി എങ്ങനെ അതിലേക്ക് പോകുമെന്ന് വിചാരിച്ച ആരും ഈ ദീനിലേക്ക് വരാതെയായി പോകും. അതാണ് നാളെ ഉണ്ടാകാൻ പോകുന്ന സാഹചര്യം. ഈ സഹാബാക്കൾ എങ്ങാനും പരാജയപ്പെട്ടാൽ എന്ന അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ താഴ്മയോടെ, വിനയത്തോടെ, സങ്കടം കൊണ്ട് നിറഞ്ഞ ഹൃദയത്തോടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിവരിക്കുകയുണ്ടായി. കരഞ്ഞ് കണ്ണുനീരൊലിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ദുആ ദീർഘനേരം ആയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടാരത്തിനകത്തേക്ക് തലയിട്ട് നോക്കി തങ്ങളുടെ ദുആ ശ്രദ്ധിക്കുകയും തങ്ങളുടെ വചനങ്ങൾ കേട്ട് തങ്ങളുടെ കയ്യിൽ പിടിച്ച് തങ്ങളെ മതി, ഇനി അള്ളാഹുവിനോട് തങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വല്ല അദാബും ഇറങ്ങി എല്ലാവരെയും നശിപ്പിക്കപ്പെടാൻ കാരണമാകും, അതുകൊണ്ട് തങ്ങൾ ദുആ മതിയാക്കണം, ഹസ്ബുക്കൽ ആൻ എന്ന് പറഞ്ഞ് തങ്ങളുടെ കൈക്ക് പിടിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ കൂടാരത്തിന് പുറത്തേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇറക്കി കൊണ്ടുവന്നു. അള്ളാഹുവിൻ്റെ വാദ ചോദിച്ച് ആ നിലയിൽ താഴ്മയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയുണ്ടായി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. കൂടാരത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തങ്ങളുടെ നാവിൽ നിന്ന് വന്നു സയുഹ്സമുൽ ജംഉ വയുവല്ലൂന ദുബർ. നാളെ ഈ സംഘങ്ങളെ മുഴുവൻ വിരട്ടപ്പെടും, അവർ മുഴുവനും പിന്തിരിഞ്ഞോടും എന്നർത്ഥം വരുന്ന ഖുർആനിൻ്റെ ആയത്തിൻ്റെ ശകലമാണ് തങ്ങളുടെ നാവിൽ വന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളെ വിളിച്ചു കൊണ്ടുവന്ന് ഓരോരോ സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. നാളെ യുദ്ധത്തിൽ ഇസ്ലാമിൻ്റെ ശത്രുവായ അബൂജഹൽ, ഉത്ബ, ഷൈബ, വലീദ്, ഉമാറ, ഉമയ്യത്ത് ഇബ്നു ഖലഫ് പോലത്തെ ശത്രുക്കളുടെ നേതാക്കന്മാരായ ഈ കൂട്ടത്തിൽ യുദ്ധത്തിന് വേണ്ടി വന്നിരിക്കുന്ന ആളുകൾ നാളെ ഈ സ്ഥലത്താണ് ചത്തു വീഴുന്നത്, യുദ്ധത്തിൽ വെട്ടേറ്റ് മറിഞ്ഞു വീഴുന്നത് എന്ന് തങ്ങൾ സ്ഥലം തൊട്ട് കാണിച്ചു കൊടുത്തു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോരുത്തരുടെയും പേരെടുത്തു പറഞ്ഞ് അവർ വീഴുന്ന സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഹാദാ മസ്റഉ ഫുലാൻ, ഹാദാ മസ്റഉ ഫുലാൻ, ഓരോരുത്തരെ കുറിച്ചും പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ പിറ്റേ ദിവസം യുദ്ധം കഴിഞ്ഞ് ഞാൻ അവിടെയെല്ലാം കറങ്ങി നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോരുത്തരുടെയും സ്ഥലം എവിടെയാണെന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നോ അവിടെ അതേ ആളുകൾ വീണ് കിടക്കുന്ന കാഴ്ച എനിക്ക് കാണാൻ സാധിച്ചു എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സമാധാനം അല്ലാഹു തആല മനസ്സിന് കൊടുത്തു.
അള്ളാഹുവിൻ്റെ വാദ പൂർത്തിയാകുമെന്നുള്ള ഉറപ്പിൽ തങ്ങൾക്ക് സന്തോഷമായി. എന്നിട്ട് അന്ന് രാത്രി കഴിഞ്ഞുകൂടിയപ്പോൾ വെള്ളത്തിൻ്റെ പ്രയാസം അള്ളാഹു സുബ്ഹാനഹു വ തആല രാത്രിയിൽ മഴ പെയ്യിപ്പിച്ചു. നല്ല മഴ പെയ്ത് ഉണങ്ങി വരണ്ട് ചരലായി കാലുറയ്ക്കാതെ ചരളുകൾ നിറഞ്ഞു കിടന്ന പ്രദേശമായിരുന്ന നബിതങ്ങളും സഹാബാക്കളും നിന്ന സ്ഥലം മഴ പെയ്ത് മണലും മണ്ണുമെല്ലാം നല്ലപോലെ ഉറച്ച് അവിടെ കാല് ഉറയ്ക്കുന്ന തരത്തിലാവുകയും മഴയത്ത് അവർ കൂട്ടിവെച്ച വെള്ളം തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി ചരലും മണലുമെല്ലാം കൂട്ടിവെച്ച് കുളം പോലെ ഉണ്ടാക്കി അതിൽ വെള്ളം നിറയുകയും ചെയ്തു. ശത്രുക്കളുടെ ഭാഗത്ത് മഴ പെയ്ത് അവർ നിന്ന സമതല പ്രദേശം ഉറച്ച സ്ഥലമായിരുന്നു. അത് മഴ പെയ്ത് കുഴഞ്ഞ് കാലുറയ്ക്കാത്ത തരത്തിൽ അവിടെ മുഴുവൻ ചെളിയായി തീരുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഈ സന്ദർഭമെല്ലാം ബദറിനെ കുറിച്ച് പറയുമ്പോൾ വിശദീകരിച്ച് ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. മഴ പെയ്യിപ്പിച്ചതും ഇവർക്ക് മുഅ്മിനീങ്ങൾക്ക് മഴ സഹായമായതും ശത്രുക്കൾക്കത് മഴ ദൂഷ്യമായി ഭവിച്ചതും ഇക്കാര്യങ്ങളല്ല. ബദറിനെ അല്ലാഹു തആല വിശദമായി ഖുർആനിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് എന്നാ മനസ്സിലാക്കാൻ. എന്താ കാരണം? പരിശുദ്ധ റമളാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത ഈ ബദറിന്റെ ദിവസം വെറും ഒരു യുദ്ധമായിരുന്നില്ല, യുദ്ധം ലക്ഷ്യവുമായിരുന്നില്ല. പിറ്റേ ദിവസം യുദ്ധം നടന്നു. സഹാബാക്കൾ ഒന്നുമില്ലാത്തവരായിരുന്നെങ്കിലും അവർ നേരിടാൻ തയ്യാറായി. ശത്രുക്കൾ എല്ലാവിധ സന്നാഹങ്ങളോടും കൂടി വന്നിരുന്ന യുദ്ധത്തിന് വേണ്ടി മാത്രം വന്നവർ. സഹാബാക്കൾ യുദ്ധത്തിന്റെ അല്പം പോലും ലക്ഷ്യമില്ലാതെ വന്നവർ. അല്ലാഹു തആല രണ്ടു കൂട്ടരെയും ഒരുമിച്ച് കൂട്ടി. യുദ്ധം നടന്നു, ഘോരമായ യുദ്ധം നടന്നു. ശത്രുക്കളുമായി ഏറ്റുമുട്ടി. സഹാബാക്കൾ കുറെ ആളുകൾ ഷഹീദായി. 14 പേരോളം സഹാബാക്കളുടെ കൂട്ടത്തിൽ നിന്നും ഷഹീദായി. കുറെ ആളുകൾക്ക് പരിക്കുണ്ടായി. പക്ഷെ വിജയം ഇവർക്ക് കിട്ടി. ശത്രുക്കളിൽ നിന്നും 70 പേർ വധിക്കപ്പെടുകയും നേതാക്കന്മാരായ 70 പേർ വധിക്കപ്പെടുകയും 70 പേരെ തടവിൽ പിടിക്കപ്പെടുകയും ബാക്കിയുള്ളവർ നേതാക്കന്മാരുടെ വധവും പ്രധാനപ്പെട്ടവരെ തടവിൽ പിടിക്കപ്പെടുകയുമെല്ലാം ചെയ്തപ്പോൾ അവർക്ക് നിക്കക്കള്ളിയില്ലാതെ അവർ പിന്തിരിഞ്ഞോടുകയും ചെയ്യേണ്ടി വന്നു. അങ്ങനെ യുദ്ധം അവസാനിച്ചു. യഥാർത്ഥത്തിൽ ഇവിടെ യുദ്ധം നടത്തിയത്, യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി വന്നത് ആരാണ്? ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ സഹാബാക്കളോ യുദ്ധത്തിന് തയ്യാറായിരുന്നില്ല. അവർ യുദ്ധത്തിന് വേണ്ടി വന്നവരേ ആയിരുന്നില്ല. ഇസ്ലാമിൽ അങ്ങനെ ഒരു സംഭവം തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ ശത്രുക്കൾ യുദ്ധത്തിന് വേണ്ടി വന്ന് നിന്നപ്പോൾ മദീനയെ കടന്നാക്രമിക്കാതിരിക്കുന്നതിന് വേണ്ടി ജീവൻ കൊടുത്താണെങ്കിലും ഇവരെ തടയണമെന്നുള്ള ഉദ്ദേശത്തിൽ സഹാബാക്കൾ അവരെ പ്രതിരോധിക്കാൻ വേണ്ടി നിന്നതാണ്. അതാണ് ലോക ചരിത്രത്തിൽ ഇസ്ലാമിൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട യുദ്ധമായി അറിയപ്പെടുന്ന ബദർ. ഇതിനെക്കുറിച്ച് ഗസ്വത്തു ബദരിൽ കുബറ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, ബദറിലെ വലിയ യുദ്ധമെന്ന്. എന്നാൽ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സഹാബാക്കൾ എല്ലാവരും തയ്യാറാവുകയോ യുദ്ധത്തെ ഉദ്ദേശിച്ച് മദീനയിൽ നിന്ന് പുറപ്പെടുകയോ യുദ്ധം വേണമെന്ന് തീരുമാനിക്കപ്പെടുകയോ ഒന്നും ചെയ്തില്ല. അവസാന നിമിഷത്തിലാണ് ഒഴിവാകാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ സഹാബാക്കൾ അതിനുവേണ്ടി തയ്യാറായത്. അവർ പ്രതിരോധിക്കുകയാണ് ചെയ്തത്. അവരുടെ സ്വന്തം നാടായ മദീനയെ ആക്രമിക്കാതിരിക്കുന്നതിനും ശത്രുക്കൾ അതിനെ കീഴ്പ്പെടുത്തി ഇസ്ലാമിനെ നശിപ്പിക്കാതിരിക്കാനും വേണ്ടി അവർ ജീവൻ കൊടുത്ത് പ്രതിരോധിച്ച പ്രതിരോധമാണ് യഥാർത്ഥത്തിൽ ബദർ. സഹാബാക്കൾ അതിനുവേണ്ടി വലിയ ത്യാഗമാണ് സഹിച്ചത്. എന്താണ് സഹാബാക്കളുടെ ത്യാഗങ്ങളും അതിൽ അവർക്കുണ്ടായ പ്രയാസങ്ങളും അനുഭവങ്ങളും അതിൻ്റെ പാഠവും നമ്മൾ എന്താണ് ബദറിൽ നിന്നും ഉൾക്കൊള്ളേണ്ടത് എന്ന് നമ്മൾ അതും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അതും മനസ്സിലാക്കാൻ അല്ലാഹു